ഹലോ, സൻവീസ് വെള്ളിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെഴുകുതിരി കൊണ്ട് നല്ല അടിപൊളി പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഉണങ്ങിയ കുറച്ച് മുന്തിരികളുടെ തണ്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും. ഇതാ ഇപ്പം എല്ലാത്തിലും പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ പീസുകളായിട്ട് മുറിച്ച് കൊടുക്കണം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മെഴുകുതിരി അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം. മെഴുകുതിരി ഇപ്പോൾ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. അതായിട്ട് ഒരു പാത്രത്തിൽ ഐസ് വെള്ളം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത വെള്ളം. എന്നിട്ട് ഇതേപോലെ 2 വിരൽ വെച്ചിട്ടാണ് നമ്മൾ പൂക്കൾ ഉണ്ടാക്കുന്നത്. മുന്തിരി തണ്ട് എടുത്തിട്ട് ഇതേപോലെ മുക്കിയിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കണം. ആദ്യം ഐസ് വാട്ടറിൽ മുക്കുക, അത് കഴിഞ്ഞ് മെഴുകുതിരിയിൽ ഇതേപോലെ മുക്കിയിട്ട് ഈ 2 വിരൽ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കണം, വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. ആദ്യമൊക്കെ ചിലപ്പോൾ ശരിയായില്ലെന്ന് വന്നേക്കാം, എന്നാലും നമ്മൾ ചെയ്ത് നന്നായിട്ട് ഇതേപോലെ തന്നെ വരും. നമുക്ക് 2 വിരൽ കൊണ്ട് മാത്രമല്ല 3 വിരലോ 4 വിരലൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ 2 വിരലുകൾ മാത്രം യൂസ് ചെയ്താണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. ഇതാ ഇപ്പം നമ്മുടെ പൂക്കൾ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് റെഡ് കളർ ഞാൻ എടുക്കുന്നുണ്ട്. അത് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മെഴുകുതിരിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്ത്. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി പൂക്കൾ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതും അതേപോലെ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് നല്ല കളറിലുള്ള പൂക്കൾ കിട്ടും. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം തണുത്ത വെള്ളത്തിൽ മുക്കുക, അത് കഴിഞ്ഞ് വാക്സിൽ മുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. മുന്തിരിയുടെ തണ്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ചെടിയുടെ ഉണങ്ങിയ കൊമ്പായാലും നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 2 പാത്രത്തിൽ മണ്ണ് നിറച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.